ഹലോ ചങ്ങായിമാർ, അപ്പം നമ്മളിന്ന് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോവാന്നേ. അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് സ്കൂട്ടി എടുത്ത് ഹൈവേയിലെത്തി. ഹൈവേന്ന് ഒരാളെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവർ പോയി, നമ്മുടെ മുന്നിൽ പോയി. അങ്ങനെ നമ്മളിപ്പോൾ അവരെ പിന്നിലുണ്ട്. വാരം കഴിഞ്ഞു. വാരത്തിന് ഇടത്തോട്ടുള്ള വഴിയാണ്. ഇവിടുന്ന് 14 കിലോമീറ്റർ ഏതാണ്ട് ഉണ്ടാവും പറശ്ശിനിലേക്ക്. അങ്ങനെ ഇതിന് കുറച്ച് മുന്നോട്ട് പോയി കുറച്ച് പോകാനുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ പറശ്ശിനി പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് പറശ്ശിനിക്കടവ് അമ്പലം കാണാം. ലൈറ്റ് ഉണ്ടാവും, വെള്ള ലൈറ്റ്, അതാണ് പറശ്ശിനി അമ്പലം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് പുതിയൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ പോകുന്ന ആൾക്കാർ എന്തായാലും ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് പോകണം, നല്ല അടിപൊളിയാണ്. നമ്മളിന്ന് പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇവിടെ പറശ്ശിനിയുടെ കുന്നിറങ്ങാണ്. കുന്നിറങ്ങി താഴെ വണ്ടി നമുക്ക് എവിടെയാണെങ്കിലും പാർക്ക് ചെയ്യാം. പേ പാർക്കിംഗ് ഉണ്ട്, അല്ലാതെ ഇവിടെയൊക്കെ വെച്ചാൽ റോഡ് സൈഡിലൊക്കെ വെച്ച് ഫൈൻ ഇടും. അതുപോലെ തന്നെ മുമ്പിൽ നമ്മുടെ VS സഖാവിൻ്റെ ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് ഭംഗിയായിട്ട്. അവിടുന്ന് നേരെ റൈറ്റിലോട്ടുള്ള വഴിയാണ് പറശ്ശിനി അങ്ങോട്ട് പോകേണ്ടത്. അങ്ങനെ ഈ ഒരു എൻട്രൻസിലൂടെ ഇങ്ങനെ മുന്നോട്ട് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറശ്ശിനിയുടെ അവിടെ എത്തും. പിന്നെ അവിടെ നമുക്ക് വേണേൽ എന്തായാലും ഇതൊക്കെ കഴുകി ശുദ്ധി വരുത്തിയിട്ട് നമുക്ക് ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് സാധാരണ ഇവിടെ വരുന്ന എല്ലാവരും ഇതുപോലെ കാലൊക്കെ കഴുകി അങ്ങനെയാണ് കയറാറ്. ഇതാണ് കേട്ടോ അതിൻ്റെ ശ്രീകോവിൽ, അങ്ങനെയാണ് ഇതാണ്. അപ്പോൾ ഉള്ളിൽ കയറി വീഡിയോ എടുക്കുന്നില്ല, കാരണം പെർമിഷൻ ഇല്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയില്ല, ഊട്ടുപുരയിലേക്ക്. അങ്ങനെ ഊട്ടുപുരയിലേക്ക് പോകുന്ന ഊട്ടുപുരേൻ്റെ വഴി ഇതാണ് വരിക കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ അത്യാവശ്യം ക്യൂ ഒന്നും ഇല്ല. ഞായറാഴ്ച അല്ലാത്തതുകൊണ്ട് ക്യൂ ഇല്ല കേട്ടോ. എന്നാലും ഉള്ളിലോട്ട് എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും വലിയ തിരക്കൊന്നും ഇല്ല. ഇതുപോലെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ലേഡീസാണ് കൂടുതൽ, ആണുങ്ങൾ കുറവാണ് കേട്ടോ. ഇതൊക്കെ പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ലേഡീസിനെ അവർ പെട്ടെന്ന് കടത്തിവിടും. നോക്കി ഇപ്പം നമ്മളിവിടെ പോസ്റ്റായി നോക്കിയാൽ ലേഡീസ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെയാണ്. അപ്പോൾ ചോറ്, അതുപോലെ തന്നെ ഒരു പരിപ്പ് കറി ഉണ്ടാവും, പിന്നെ അതുപോലെ പച്ചടി, അങ്ങനെ ഇതൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ എടുത്ത് പോയിട്ട് കഴിക്കുക. പിന്നെ സെൽഫായിട്ട് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചാൽ പാത്രം ഇതുപോലെയൊക്കെ കഴുകാൻ പോകണം. ഇതാണ് അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ്. പിന്നെ ഇവിടെ കാണാൻ വരുന്നത് ഇതുപോലെ പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് പറശ്ശിനിക്കടവ് അമ്പലത്തിന് മാത്രം പ്രത്യേകത, കാരണം മുത്തപ്പൻ്റെ ഒരു വാഹനം എന്ന് ഇങ്ങനെയാണ് പറയാറ് കണ്ണൂർക്കാർ, നായെ. അങ്ങനെ ഇതാണ് ഇവിടെയാണ് നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തോട്ട് പോവാം. എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് പോയത്. ഇങ്ങനെ ഇതുപോലെ പല കുട്ടികളെ കൂട്ടിയിട്ട് പോയാൽ പണം പൊട്ടുന്നേ അറിയില്ല, കാരണം ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ എല്ലാതും ഉണ്ട്. പിന്നെ പട്ടിയെ നോക്കിയേ, അവർ ഫുഡിൻ്റെ കൊടുത്തോണ്ട് പോകുന്നു, പട്ടി പിറകിൽ തന്നെ പോകുന്നുണ്ട് പാവം. അപ്പോൾ പിന്നെ ഇതാണ് അവിടുത്തെ ചന്തയുടെ കാഴ്ച. അങ്ങനെ ഒട്ടുമിക്ക ഷോപ്പുകളൊക്കെ പൂട്ടിയിട്ടുണ്ട്, കാരണം 9:30-10 മണിയായി കാണും നമ്മൾ തിരിച്ചു വരുമ്പോൾ. അപ്പോൾ എല്ലാവരും അടച്ചു കാണും. വ്യത്യസ്തമായ ഓരോ ഷോപ്പുകളൊക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ട്, എന്നാലും ഒട്ടുമിക്ക ഷോപ്പുകളും അടച്ചിട്ട് തന്നെ ഉള്ളത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മുത്തപ്പൻ്റെ അതുപോലെ ചെറിയ വിഗ്രഹങ്ങൾ വാങ്ങിക്കാം, ഫോട്ടോസ്, എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ പറശ്ശിനി വരുന്ന ആൾക്കാർ എന്തായാലും, പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇതുപോലത്തെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കിട്ടും പറശ്ശിനി വന്നാൽ. അപ്പം ഓരോരുത്തരുടെ ഷോപ്പ് അടച്ച് തുടങ്ങി കേട്ടോ. എല്ലാവരും ഒട്ടുമിക്കളെ അടച്ചത് ഇതുപോലത്തെ സെറ്റപ്പാണ്, കണ്ടോ നോക്കി. അവരെന്തോ സ്റ്റിക്കർ പോലെ സംഭവമൊക്കെ വെച്ച് ഒട്ടിക്കത്. എൻ്റെ അമ്മോ, പട്ടിയുടെ തടി നോക്കിയ പന്നിക്കുട്ടിയെ പോലെ ഉണ്ടല്ലേ, കാണാൻ നല്ല തടിയാണ്. കാരണം ഇവന്മാർക്ക് നല്ല ഫുഡ് കിട്ടും ഇവിടെ. അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ പുറത്തോട്ട് വരും കേട്ടോ. വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്, കാരണം പർച്ചേസൊന്നും കാര്യമായിട്ട് ചെയ്തില്ല, ചെറിയ എന്തൊക്കെയോ അവൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവാണ്. ഒരു പുതിയ ബോർഡ് ഉണ്ട്, അതിലോ പറശ്ശിനിയുടെ കുന്നേറി വരുമ്പോൾ. അങ്ങനെ നമ്മളെ യാത്ര കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട നമ്മൾ വയനാട് ചുരം കയറുന്ന ഒരു അവസ്ഥയാണ്. നോക്കിയാട്ടെ, ഭയങ്കര കുന്നാട്ടാ. അപ്പോൾ നമ്മളെ ഇലക്ട്രിക്കിൻ്റെ ഏതെണ്ണ വണ്ടിയാണ്, അത്യാവശ്യം കുന്നൊക്കെ കയറുന്നുണ്ട്, എന്നാലും കുറച്ച് പാടം. നോക്കിയാട്ടെ, ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളെ യാത്ര അവസാനിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.